ഇന്ന് കന്നിമാസത്തിലെ ആയില്യം, നാഗരാജാവിൻ്റെ പിറന്നാൾ. നാഗദേവതാ പ്രാധാന്യമുള്ള ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ ആയില്യം പൂജ നടന്നു. കന്നി ആയില്യം തൊഴുതാൽ ഒരു വർഷം ആയില്യം പൂജ തൊഴുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസം. ആയില്യവ്രതം ആരംഭിക്കേണ്ട മാസവും കന്നിമാസമാണ്. ഈ വ്രതാനുഷ്ഠത്തിലൂടെ സർപ്പദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാം. ആയില്യവ്രതം ഏകാദശി വ്രതം പോലെ ആചരിക്കാവുന്നതാണ്. ശൈവവും വൈഷ്ണവുമായിട്ടുള്ള സകല നാമങ്ങളും ആയില്യവ്രതത്തിന് ജപിക്കാമെന്ന പ്രത്യേകതയുമുണ്ട്. പ്രഭാതത്തിൽ കുളിച്ച് ശുദ്ധിയായി ഗായത്രി ജപത്തിന് ശേഷം നാഗരാജ ഗായത്രി ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. സന്താന സൗഭാഗ്യം, കുടുംബ ഐശ്വര്യം, രോഗപീഠകളിൽ നിന്നുള്ള മോചനം, ഉദ്ദിഷ്ടകാര്യസിദ്ധി തുടങ്ങിയ ഫലങ്ങളും സർപ്പങ്ങളുടെ അനുഗ്രഹത്തിലൂടെ ലഭിക്കും. ഓം നാഗരാജ ശരണം. കൃഷ്ണ ഗുരുവായൂർ.